അഭിനയ മികവ് കൊണ്ട് വിസ്മയിപ്പിച്ച നടൻ. അഭിനയ മികവിന്റെ കുലപതി അരങ്ങൊഴിഞ്ഞിട്ട് 18 വർഷം തികയുന്നു. 2006 മെയ് 27-നായിരുന്നു ഒടുവിൽ ഉണ്ണികൃഷ്ണന്റെ വിയോഗം. 70-കൾ തൊട്ടിങ്ങോട്ട് 2006 വരെ എണ്ണിയെടുത്താൽ 400-ലധികം കഥാപാത്രങ്ങളാണ് ഈ മഹാപ്രതിഭ അരങ്ങിൽ അഭിനയിച്ച് തീർത്തത്. കൊട്ടകയിരുട്ടിൽ ഉറക്കെ ചിരിപ്പിച്ച, കരഞ്ഞ് കണ്ണുകലക്കിയ, താളമേറെ തകർത്തുകൊട്ടിയ ഒരുപാട് ഒടുവിലാട്ടങ്ങൾ മലയാളികൾ കണ്ടു. ഏത് കഥാപാത്രം അവതരിപ്പിച്ചാലും അതിൽ ഒടുവിൽ ഉണ്ണികൃഷ്ണൻ എന്ന വ്യക്തി ഉണ്ടായിരുന്നതേയില്ല. പലരായുള്ള പരകായ പ്രവേശങ്ങളെല്ലാം പൂർണ്ണതയുടെ തിടമ്പേറ്റി. അഭിനയത്തിന്റെ സൂക്ഷ്മാംശങ്ങളിൽ ഇത്രമാത്രം പൂർണ്ണത കൈവരിച്ച ഒരു നടൻ ഇന്ത്യൻ സിനിമയിൽ തന്നെ അപൂർവമായിരിക്കും. അഭ്രപാളിയിലെ അരങ്ങിലെ അത്യുജ്വല കഥാപാത്രങ്ങളെ തേടി നിരവധി അംഗീകാരങ്ങളും അദ്ദേഹത്തിലേക്കെത്തി. 2002-ൽ നിഴൽക്കൂത്തിലെ കാളിയപ്പൻ എന്ന കഥാപാത്രത്തിലൂടെ മികച്ച നടനുള്ള സംസ്ഥാന അവാർഡും, തൂവൽ കൊട്ടാരം, കഥാപുരുഷൻ എന്നീ സിനിമകളിലെ അഭിനയത്തിന് മികച്ച സഹനടനുള്ള പുരസ്കാരവും അദ്ദേഹത്തിന് ലഭിച്ചു. MDയുടെ ചെറുപുഞ്ചിരിയിലെ അഭിനയവും ദേവാസുരത്തിലെ പെരിങ്ങോടൻ എന്ന കഥാപാത്രവും എന്നും മലയാളി പ്രേക്ഷകരുടെ മനസ്സിൽ തങ്ങി നിൽക്കുന്നവയാണ്. ചെറുപ്പകാലത്ത് അഭ്യസിച്ച സംഗീതം ചില സംഗീത സംരംഭങ്ങളിലും ഒടുവിലിനെ പങ്കാളിയാക്കി. ഭരതേട്ടൻ വരുന്നു എന്ന ചിത്രത്തിന് വേണ്ടിയാണ് ആദ്യമായി സംഗീത സംവിധാനം നിർവഹിക്കുന്നത്. ബിച്ചു തിരുമല എഴുതി ഒടുവിൽ ഉണ്ണികൃഷ്ണൻ സംഗീത സംവിധാനം നിർവഹിച്ച് പരശുറാം എക്സ്പ്രസ് എന്ന ആൽബം 1984-ൽ പുറത്തിറക്കി. രവി ഗുപ്തൻ സംവിധാനം ചെയ്ത സർവം സഹായ എന്ന സിനിമയ്ക്ക് സംഗീതം നിർവഹിച്ചിരുന്നെങ്കിലും സാങ്കേതിക കാരണങ്ങളാൽ ചിത്രം പുറത്തെത്തിയിരുന്നില്ല. അരങ്ങിനെയും തിരശ്ശീലയെയും ധന്യമാക്കിയ ഇന്ത്യൻ സിനിമ കണ്ട ഏറ്റവും മികച്ച അഭിനേതാക്കളിലൊരാൾ കാലത്തിന്റെ യവനികയിൽ മറഞ്ഞുവെങ്കിലും ഒടുവിൽ മലയാള സിനിമയ്ക്ക് നൽകിയ സംഭാവനകൾ അനശ്വരമാണ്. പകരം വെക്കാനാവാത്തത് എന്ന വിശേഷണത്തെ ഒടുവിൽ ഉണ്ണികൃഷ്ണൻ എന്ന നാമത്തോട് ചേർത്ത് ആദരവോടെ എന്നും മലയാളികൾ ഓർക്കും.